നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇവിടെയുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം. കാണാതായത് 29 കുട്ടികളെ, ദുരന്തം ബാധിച്ചത് 348 കെട്ടിടങ്ങളെ. വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് യുവജന കമ്മീഷൻ കൗൺസിലർമാരെ തേടുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചോർച്ച, കോടികൾ വെള്ളത്തിൽ. നിലമ്പൂരിൽ പെയ്തിറങ്ങിയത് റെക്കോർഡ് മഴ. 4 ദിവസം കൊണ്ട് പെയ്തത് 310.2 മില്ലിമീറ്റർ. വയനാടിനെ ചേർത്ത് വിളിച്ച് മമ്മൂട്ടിയും ദുൽഖറും 35 ലക്ഷം രൂപ കൈമാറി. കേരളത്തിന് സഹായമില്ല, പാർലമെന്റിൽ തരംതാണ രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര സർക്കാർ. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം, കെ രാധാകൃഷ്ണൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം 3 ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി. ദുരന്ത ഭൂമിയിൽ നിന്നും 29 കുട്ടികളെയാണ് കാണാതായത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ 2 സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ 2 സ്കൂളുകളിൽ നിന്നുമായി ആകെ 29 വിദ്യാർത്ഥികളെ കാണാതായതായി DDD ശശീന്ദ്ര വ്യാസ് VA ഉദ്യോഗസ്ഥതല യോഗത്തിൽ അറിയിച്ചു. 2 സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിലുള്ളത്. ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്നും 11 കുട്ടികളെയാണ് കാണാതായത്. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞു. മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ ജനറൽ VT മാത്യു യോഗത്തെ അറിയിച്ചു. ആർമിയുടെ 500 പേർ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ തെരച്ചിലിലായി സ്ഥലത്തുണ്ട്. ഇനി ആരെയും രക്ഷപ്പെടുത്താൻ ഇല്ലെന്നാണ് കരുതുന്നത്. ഒറ്റപ്പെട്ട ആരെങ്കിലും കണ്ടുകിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നുണ്ട്. മൃതദേഹങ്ങളാണ് ഇനി കണ്ടുകിട്ടാനുള്ളത്. ബുധനാഴ്ച രാത്രിയും ഇടതടവില്ലാതെ പ്രവൃത്തി ചെയ്തതിൽ വേലിപ്പാലം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായി. കേരള പോലീസിന്റെ 1000 പേർ തെരച്ചിൽ സ്ഥലത്തും 1000 പോലീസുകാർ മലപ്പുറത്തും പ്രവർത്തന രംഗത്തുണ്ടെന്ന് ADGP MR അജിത് കുമാർ അറിയിച്ചു. മൃതദേഹം അവശിഷ്ടങ്ങളുടെ തിരിച്ചറിയലും സംസ്കാരവുമാണ് പ്രശ്നമായി അവശേഷിക്കുന്നത്. മൃതദേഹം കിട്ടിയാൽ 3 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ക്യാമ്പിൽ കഴിയുന്നവർക്ക് മാനസികാഘാത പ്രശ്നമുണ്ട്. കൗൺസിലിംഗ് നൽകിയവരുന്നു. പകർച്ചവ്യാധിയാണ് പ്രധാന ഭീഷണി. അത് തടയാൻ മൃഗങ്ങളുടെ മൃതദേഹങ്ങളും വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ടെന്ന്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളിലായാണ് ഉരുൾപൊട്ടി ബാധിച്ചതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ അറിയിച്ചു. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പ്രോട്ടോകോൾ തയ്യാറായിട്ടുണ്ടെന്ന് പ്രത്യേക ഉദ്യോഗസ്ഥർ ശ്രീരാം സാംബശിവ റാവു അറിയിച്ചു. 129 മൊബൈൽ ഫ്രീസറുകൾ നിലവിലുണ്ട്. ഇതിൽ 59 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫ്രീസർ നൽകാൻ കർണാടക തയ്യാറായിട്ടുണ്ട്. കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യം അതാത് ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനിക്കും. ക്യാമ്പുകളിൽ ഭക്ഷണ സാധനങ്ങൾ സപ്ലൈകോ വഴിയാണ് എത്തിക്കുന്നതെന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഉരുൾപൊട്ടൽ ഇത്ര ആഘാതം എങ്ങനെ ഉണ്ടാക്കിയെന്നത് ഗൗരവമായി പഠിക്കണമെന്ന് യോഗത്തിന്റെ ഒടുവിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. പെട്ടെന്ന് തന്നെ പാലം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് പട്ടാളത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, J ചിഞ്ചുറാണി, വീണ ജോർജ്, P പ്രസാദ്, K കൃഷ്ണൻകുട്ടി, GR അനിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, VN വാസവൻ, OR കേളു, V അബ്ദുറഹ്മാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, DGP ഷേഖ് ദർവാസ് സാഹിബ്, ജില്ലാ കളക്ടർ മേഘശ്രീ RT എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ചൂരൽമല സന്ദർശിച്ച് മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടലിലുണ്ടായ ചൂരൽമല സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെയിലി പാലം സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഇന്ന് രാവിലെ വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ദുരന്തത്തിനിരയായി ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് പ്രധാന പരിഗണനയെന്ന് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ചാലിയാർ പുഴയിൽ ദൗത്യത്തിന്റെ ഭാഗമായി പരിശോധന തുടരും. നിലവിൽ ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും. പിന്നീട് ക്യാമ്പുകളിൽ നിന്നും കൃത്യമായി പുനരധിവസിപ്പിക്കും. ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ വിധത്തിലുള്ള ക്യാമ്പായിരിക്കും ഉണ്ടാക്കുക.
ക്യാമ്പിനകത്ത് മാധ്യമങ്ങൾ കടക്കരുതെന്ന് നിർദ്ദേശം നൽകി. ക്യാമ്പിലെ ആളുകളെ സന്ദർശിക്കേണ്ടവർക്ക് ക്യാമ്പിന് പുറത്ത് സജ്ജീകരണം ഒരുക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകും. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്ന് തന്നെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സജ്ജീകരണം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ ഭരണകൂടവും സ്വീകരിക്കണമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്ന പകർച്ചവ്യാധികൾ തടയാൻ എല്ലാവരും സഹകരിക്കണം. ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പാലിക്കണം. പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തെത്തുന്നത് ഒഴിവാക്കണം. മൃതശരീരം തിരിച്ചറിയുന്നതോടെ സ്ഥലത്ത് അനാവശ്യ ആൾക്കൂട്ടം പാടില്ല. മന്ത്രിസഭ ഉപസമിതി തുടർന്ന് പ്രവർത്തിക്കും. റവന്യൂ, വനം, PWD, SC/ST മന്ത്രി എന്നിവരെ ഉപസമിതിയായി പ്രവർത്തിപ്പിക്കും. കോടികൾ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം മഴയിൽ ചോർന്നൊലിക്കുന്നു. പാർലമെന്റിന്റെ ലോബി ചോരുന്ന വീഡിയോ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് MP മാണിക്കം ടാഗോറും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചു. ചൂരൽമല സന്ദർശിച്ച് മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടലിലുണ്ടായ ചൂരൽമല സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബെയിലി പാലം സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഇന്ന് രാവിലെ വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ദുരന്തത്തിനിരയായി ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് പ്രധാന പരിഗണനയെന്ന് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ചാലിയാർ പുഴയിൽ ദൗത്യത്തിന്റെ ഭാഗമായി പരിശോധന തുടരും. നിലവിൽ ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും. പിന്നീട് ക്യാമ്പുകളിൽ നിന്നും കൃത്യമായി പുനരധിവസിപ്പിക്കും. ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ വിധത്തിലുള്ള ക്യാമ്പായിരിക്കും ഉണ്ടാക്കുക. ക്യാമ്പിനകത്ത് മാധ്യമങ്ങൾ കടക്കരുതെന്ന് നിർദ്ദേശം നൽകി. ക്യാമ്പിലെ ആളുകളെ സന്ദർശിക്കേണ്ടവർക്ക് ക്യാമ്പിന് പുറത്ത് സജ്ജീകരണം ഒരുക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകും. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്ന് തന്നെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സജ്ജീകരണം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ ഭരണകൂടവും സ്വീകരിക്കണമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്ന പകർച്ചവ്യാധികൾ തടയാൻ എല്ലാവരും സഹകരിക്കണം. ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പാലിക്കണം. പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തെത്തുന്നത് ഒഴിവാക്കണം. മൃതശരീരം തിരിച്ചറിയുന്നതോടെ സ്ഥലത്ത് അനാവശ്യ ആൾക്കൂട്ടം പാടില്ല. മന്ത്രിസഭ ഉപസമിതി തുടർന്ന് പ്രവർത്തിക്കും. റവന്യൂ, വനം, PWD, SC/ST മന്ത്രി എന്നിവരെ ഉപസമിതിയായി പ്രവർത്തിപ്പിക്കും. നിലമ്പൂർ വനമേഖലയിൽ 4 ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് റെക്കോർഡ് മഴ. ജൂലൈ 28 മുതൽ 31 വരെ പെയ്തത് 310.2 മില്ലിമീറ്റർ മഴ. മുൻപ് 2018-ലും 2019-ലുമാണ് നിലമ്പൂർ കനത്ത മഴ പെയ്തിട്ടുള്ളത്. ചൂരൽമല ഉരുൾപൊട്ടലിലുണ്ടായ ദിവസങ്ങളിൽ 197.8 മില്ലിമീറ്റർ മഴയാണ് നിലമ്പൂരിൽ പെയ്തത്. നിലമ്പൂർ വനം പരിസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ മഴമാപ്പിനിയാണ് അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസം ഇതുവരെ 836.4 മീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. കോടികൾ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം മഴയിൽ ചോർന്നൊലിക്കുന്നു. പാർലമെന്റിന്റെ ലോബി ചോരുന്ന വീഡിയോ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് MP മാണിക്കം ടാഗോറും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചു. കാലവർഷം ജില്ലയിൽ 3 താലൂക്കുകളിൽ ആകെ 10 ക്യാമ്പുകളിലായി 129 കുടുംബങ്ങൾ. ജില്ലയിൽ 3 താലൂക്കുകളിലെ ആകെ 10 ക്യാമ്പുകളിലായി 129 കുടുംബങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന തലശ്ശേരി താലൂക്കിൽ 6 ക്യാമ്പുകളിലായി 90 കുടുംബങ്ങൾ താമസിക്കുന്നു. ഇരിട്ടി താലൂക്കിൽ 37 കുടുംബങ്ങൾ 3 ക്യാമ്പുകളിലായി കഴിയുന്നു. കണ്ണൂർ താലൂക്കിൽ 1 ക്യാമ്പിൽ 2 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് ബുധനാഴ്ച 4 താലൂക്കുകളിലെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 215 കുടുംബങ്ങളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തം. നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. പുന്നമടക്കായലിൽ
ആഗസ്റ്റ് 10 നടക്കുന്ന വള്ളംകളി സെപ്റ്റംബറിൽ നടത്താനാണ് ആലോചന. വയനാട് ദുരന്തബാധിത പ്രദേശങ്ങൾക്കായി യുവജന കമ്മീഷൻ യോഗ്യതയും പ്രവർത്തന പരിചയമുള്ള കൗൺസിലർമാരെ തേടുന്നു. താല്പര്യമുള്ളവർ യുവജന കമ്മീഷൻ വെബ്സൈറ്റിൽ നൽകിയുള്ള ഗൂഗിൾ ഫോം മുഖേന അപേക്ഷിക്കാം. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ഉറ്റവരെയും തങ്ങൾ ജീവിച്ച ഇടങ്ങളെയും പൂർണ്ണമായും നഷ്ടപ്പെട്ട മനുഷ്യർ കടന്നു പോകുന്നത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലൂടെയാണ്. ദുരന്തത്തിന്റെ ആഘാതങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവരെ മാനസികമായി ശാക്തീകരിക്കുന്നതിനാണ് യുവജന കമ്മീഷൻ കൗൺസിലിംഗ് പദ്ധതി ആവിഷ്കരിച്ചത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി സാമ്പത്തിക സഹായം നൽകി മമ്മൂട്ടിയും ദുൽഖർ സൽമാനും. ആദ്യഘട്ട സഹായമാണ് ഇപ്പോൾ കൈമാറിയതെന്ന് മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിയുടെ സംഭാവനയായി 20 ലക്ഷം രൂപയും ദുൽഖറിന്റെ 15 ലക്ഷം രൂപയും ചേർത്ത് 35 ലക്ഷം രൂപ മന്ത്രി പി രാജീവിന് കൈമാറി. എറണാകുളം ജില്ലാ ഭരണകൂടം കൊച്ചി കടവന്തറ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശേഖരിച്ച അവശ്യ വസ്തുക്കൾ ഇന്ന് വയനാട്ടിൽ അയച്ചിരുന്നു. മന്ത്രി രാജീവിനൊപ്പം മമ്മൂട്ടിയും ഇതിന് നേതൃത്വം നൽകാൻ എത്തിയിരുന്നു. ഇവിടെ വെച്ചാണ് മമ്മൂട്ടി 35 ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി രാജീവിന് കൈമാറിയത്. കടവന്തറ സ്പോർട്സ് സെന്ററിൽ ശേഖരിച്ച വസ്തുക്കൾ കയറ്റിയ 3 ലോറികളും ഒപ്പം പ്രോഗ്രസീവ് ടാക്കീസ് എന്ന ഇൻഫോ പാക്കിലെ ടെക്കികളും സംഘടന സമാഹരിച്ച 1 ലോഡുമാണ് കൊച്ചിയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റ് ചലച്ചിത്ര താരങ്ങളും സംഭാവന നൽകിയിട്ടുണ്ട്. നടൻ വിക്രം 20 ലക്ഷം രൂപയും രശ്മി മന്ദന 10 ലക്ഷം രൂപയും സൂര്യ, ജ്യോതിക, കാർത്തി എന്നിവർ 80 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം നൽകാൻ സമയമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്തത്തെക്കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ഒരിക്കൽ പോലും റെഡ് അലർട്ട് നൽകിയിരുന്നില്ല. ദുരന്തമുണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് നൽകിയത്. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായി സൈന്യം സജ്ജീകരിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൗത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് ഇനി വേഗത്തിൽ എത്തിക്കാനാകും. മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശന മാർഗമായ ഏകപാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്തഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിച്ചതും. ഇറ്റാച്ചി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴയിലൂടെ ഇറക്കിയാണ് എത്തിച്ചത്. ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായിട്ടുണ്ട്. ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും ദുരന്തഭൂമിയിലേക്ക് എത്തിക്കണം. മുണ്ടക്കൈയിലേക്ക് രാജ്യത്തെ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വേഗം കൂടും. 24 ടൺ ശേഷിയാണ് പാലത്തിനുള്ളത്. 190 അടി നീളമുണ്ട്. പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂൺ സ്ഥാപിച്ചിരിക്കുന്നത്. JCBയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണിത്. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാബ് ആണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പ്രധാന പാലത്തിനും സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾ തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നതെന്നാണ് വിവരം. വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ച് കേരളത്തിന് ആശ്വാസം പകരുന്ന പ്രഖ്യാപനം നടത്താതെ പാർലമെന്റിൽ തരംതാണ രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ബുധനാഴ്ച വയനാട് ദുരന്തത്തെ കുറിച്ച് നടത്തിയ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആവശ്യപ്പെട്ടത്
രണ്ടു കാര്യങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. കേരളത്തിന് പ്രത്യേക ധനസഹായം അനുവദിക്കണം. ഇരുസഭകളിലും ചർച്ചയ്ക്ക് മറുപടി നൽകിയ അമിത്ഷാ 2 ദിവസ ആവശ്യത്തോട് മുഖം തിരിച്ചു. കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ലെന്നും തെറ്റിദ്ധാരണ ജനകമായ പ്രസ്താവനയും അമിത്ഷാ നടത്തി. ജൂലൈ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് അമിത്ഷാ അവകാശപ്പെട്ടത്. മണ്ണിടിച്ചിലിനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. ജൂലൈ 23-ന് 9 NDRF സംഘത്തെ കേരളത്തിലേക്ക് അയച്ചിരുന്നു, ഷാ പറഞ്ഞു. ജൂലൈ 27, 28, 29 ദിവസങ്ങളിൽ എന്ത് മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയതെന്ന് വിശദീകരിക്കാൻ ആഭ്യന്തരമന്ത്രി മെനക്കെട്ടിട്ടില്ല. ഇരുസഭകളിലും ചർച്ചയിൽ പങ്കെടുത്തു. BJP അംഗങ്ങളും കേരളത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് പകരം വിഷയത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. അമിത്ഷാ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭയിലെ ചർച്ചയിൽ CPIM ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. കേരളത്തിന് പ്രത്യേക ധനസഹായം അനുവദിക്കണം. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്ന കേരളത്തിലാണ്. 2018-ൽ പ്രളയം ഉണ്ടായപ്പോൾ കേന്ദ്രം സ്വീകരിച്ച രീതി ആവർത്തിക്കരുത്. അന്ന് സൈനികർ നടത്തിയ സേവനത്തിന് കേരളത്തിൽ പ്രതിഫലം ആവശ്യപ്പെട്ടു. സൗജന്യമായി നൽകിയ അരിക്ക് പിന്നീട് വില ഈടാക്കി, ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം. കെ രാധാകൃഷ്ണൻ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭയിലെ CPM കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ MP ആവശ്യപ്പെട്ടു. 100 കണക്കിന് ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. ദുരന്തം കണക്കിലെടുത്ത് കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭയിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചർച്ചയിൽ കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ധനസഹായം പ്രഖ്യാപിച്ച് കർണാടകവും തമിഴ്നാടും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച കർണാടക സ്വദേശികളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സീതാരാമയ്യ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ചു, എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുവെന്നും അറിയിച്ചു. മരിച്ചവരിൽ 6 പേർ കർണാടക സ്വദേശികളാണെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടുകാരായ 2 തൊഴിലാളികൾ മരിച്ചവരിലുണ്ട്. ഇവരുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപ വീതം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സഹായം പ്രഖ്യാപിച്ചു. 5 ലക്ഷം നൽകുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ നൽകുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ അറിയിച്ചു. പ്രാഥമിക സഹായമെന്ന നിലയിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5 ലക്ഷം നൽകും. വയനാടിനെ സഹായിക്കാൻ ആഗസ്റ്റ് 10-ന് എല്ലാ കിസാൻ സഭ ഘടകങ്ങളും ധനസമാഹരണം നടത്തണം. മഹാദുരന്തത്തിൽ നിന്നും കരകയറാൻ വയനാടിനെ സഹായിക്കാൻ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദീദു, പാത്തു, കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടിപ്പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടെ സ്ഥിതിയായിട്ട് ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.